ഇന്നത്തെ പ്രൊമോ കൂടി വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രൊമോയിലും ജാസ്മിൻ ഇട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുകയാണ്, ജാസ്മിൻ എന്ന് വിളിക്കുകയാണ്. അപ്പൊ ജാസ്മിൻ പറയണത് ഇത് റോക്കിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു, സുരേഷ് ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് റോക്കിക്ക് കൊടുത്തേനെന്ന് പറയാണ്. ഇതിൽ എന്തോ കൊടിയോ മറ്റോ ആണ്. അപ്പൊ അത് കാണിച്ചിട്ട് ഇത് എനിക്ക് റോക്കി കൊടുക്കണം എന്നായിരുന്നു, പക്ഷെ സുരേഷ് ഏട്ടൻ ഉള്ളത് കൊണ്ട് പറ്റിയില്ല എന്നങ്ങനെ പറയാണ്. അപ്പൊ ആ സമയത്ത് ലാലേട്ടൻ പറയണം അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറയാണ്. അതിനുശേഷം അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷം ലാലേട്ടൻ തന്നെ പറയാണ്, എങ്കിൽ കൊടുക്കൂ റോക്കിക്ക് തന്നെ, എന്നാ പിന്നെ കൊടുക്കൂ എന്ന് പറഞ്ഞ് ലാലേട്ടൻ കുറച്ച് റേസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. റോക്കിയെയും അവിടെ കാണിക്കുന്നുണ്ട്. ജാസ്മിൻ അവിടെ പറയുന്നത് സുരേഷ് ചേട്ടൻ ഇല്ലെങ്കിൽ റോക്കിക്ക് തന്നേനാണ്. അത് പറയുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്നത്, അത് എന്നാ പിന്നെ നിനക്ക് ആദ്യമേ പറഞ്ഞാൽ പോരെ, ആദ്യമേ അത് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞ് റേസ് ആവുകയാണ്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അത് നല്ലൊരു ഗെയിമാണോ അവിടെ കളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ അവിടെ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയണ്ടേന്ന് അറിയാതെ പരിങ്ങിട്ട് ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ നല്ല രീതിയിൽ റേസ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് BGM ഒക്കെ ഇട്ടിട്ടാണ് പ്രൊമോയിൽ കാണിക്കണത്. ഈ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ്. അപ്പോൾ നമുക്ക് ഇന്നലെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടത് അത്രയും റേസ് ആയിട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും, അത്രയും നീതി പുലർത്തിയിട്ടൊന്നും ഇല്ലെങ്കിലും അതുപോലെ തന്നെ ആയിരിക്കും ഇതൊന്നും നമുക്ക് കണ്ടറിയാം. കാരണം ഇന്നലെ ജാസ്മിൻ്റെ ആ ഒരു അവരേറ്റവും കൂടുതൽ വിമർശിക്കണം എന്ന് ആഗ്രഹിച്ചത് പ്രേക്ഷകർ കൂടിയാണ്. അപ്പോൾ റോക്കിയും അൻസിബിയാണ് ഇന്നലെ നല്ല രീതിയിൽ അവരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പ്രേക്ഷകരുടെ നടുക്ക് തന്നെ നല്ല രീതിയിൽ കയ്യടി നേടാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും റോക്കിയും ജാസ്മിനും തന്നെയാണ് പ്രൊമോയിൽ കയറിക്കൂടിയിരിക്കുന്ന ആൾക്കാർ. ജാസ്മിനെതിരെ ഇടുന്ന, അതായത് ജാസ്മിനെ വിമർശിച്ചുകൊണ്ടിടുന്ന വീഡിയോസിനാണെങ്കിലും ജാസ്മിനെ വിമർശിച്ചുകൊണ്ട് വരുന്ന പ്രൊമോ ആണെങ്കിലും ലാലേട്ടൻ വിമർശിക്കുന്നതാണെങ്കിലും അതിനൊക്കെ അവർക്ക് ഭയങ്കര വ്യൂസാണ്, നല്ല രീതിയിൽ വ്യൂസ് കയറുന്നുണ്ട്. കാരണം ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് അത് തന്നെയാണ് വേണ്ടത്. കാരണം ആൾക്കാർ കാത്തിരിക്കുന്നതും ആൾക്കാരുടെ ഒരു എക്സ്പെക്റ്റേഷനും അതാണ്. ഈ ഒരു ഷോയുടെ ഒരു ക്രെഡിബിലിറ്റീനെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ കാരണം ഈ സീസണിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ഇവർ എന്താ പറയുക, അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ ജാസ്മിനെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ തന്നെ ഓൾറെഡി പറഞ്ഞ് വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ എന്തായാലും റോക്കീനെയൊക്കെ തട്ടി മാറ്റിയിട്ട് ഇവർ ജാസ്മിന് തന്നെ ഈ ഒരു പട്ടം അല്ലെങ്കിൽ ഈ ഒരു കാര്യം എടുത്ത് ചാർത്തി കൊടുക്കും, ഈ ഒരു കിരീടം കൊടുക്കും എന്നുള്ള രീതിയിൽ ഇപ്പൊ തന്നെ പുറത്ത് ചർച്ചയായിട്ടുണ്ട് പ്രേക്ഷകരുടെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർ എപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാലും ശരിയാവത്തില്ല. അപ്പം ചിലപ്പോൾ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, ഒരു വിമർശനം കാണിക്കുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിമർശിക്കുന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും രീതിയിലൊക്കെ ജാസ്മിനായിട്ട് വിമർശിക്കുന്ന രീതിയിലൊരു പ്രൊമോ വരുന്നത്. എന്തായാലും പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ്. നമുക്ക് എന്തായാലും കണ്ടറിയാം എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമുക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, എന്തായാലും ആരും പ്രതീക്ഷിച്ചിട്ടൊന്നും കാണാൻ നിൽക്കണ്ട. അത്ര വലിയ രീതിയിലൊന്നും എന്താ പറയുക, അടിയും പിടിയോ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഒന്നുമില്ല. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പുതിയ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.